Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. സാധാരണ പുഡിംഗ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്യാറുള്ളത് ബൗളുകളിലോ അങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കുഴിയുള്ള പാത്രത്തിലായിരിക്കും. ഇന്നൊരു ചോറും പാത്രത്തിൽ നമ്മൾ ചോറൊക്കെ കൊണ്ടുവന്ന ഒരു സാധാരണ പ്ലേറ്റിലാണ് ഞാനിന്ന് പുഡിംഗ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത് അത്തരത്തിലുള്ള ഒരു പാത്രം എടുക്കുക. അത് ഇതുപോലത്തെ പൊട്ടുന്ന പാത്രം വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്താ പറയുക, പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിലോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ സിറാമിക്കിന്റെ പാത്രത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിലും സ്റ്റീൽ പാത്രത്തിലാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് ആദ്യം ആ ഒരു പാത്രത്തിൽ അല്പം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇത് രുചി വരത്തില്ല, നെയ്യ് ചേർത്തുന്നാലും രുചി വരത്തില്ല. അതുകൊണ്ട് ബട്ടർ തന്നെ ചേർക്കുക. അപ്പൊ ഞാൻ ബട്ടർ ഇച്ചിരി എടുത്തിട്ട് ഈ പാത്രത്തിലെ എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ഈ ബ്രഷ് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഒന്നുമില്ല, നമ്മുടെ തേങ്ങ ഒന്ന് ചെരുകി എടുക്കുക, എന്നിട്ട് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഒട്ടും വെള്ളമോ എണ്ണ അങ്ങനെയൊന്നും പാടില്ല. നന്നായിട്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ അതാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അപ്പൊ അത് നമുക്ക് കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ ഞാൻ അത്തരത്തിൽ മേടിച്ചിട്ടുള്ളതാണ് ഇത് കേട്ടോ. അപ്പൊ അതും നമുക്ക് ഈ ഒരു പാത്രത്തിന്റെ വലിപ്പം അനുസരിച്ച് ഇതൊന്ന് കൈകൊണ്ട് ഇടുന്നതാണ് ഏറ്റവും എളുപ്പം. ഞാൻ പിന്നെ അത് സ്പൂണ് കൊണ്ട് കാണിക്കാൻ വേണ്ടി ഇട്ടുന്ന് മാത്രം. കൈയാണ് ഇച്ചിരി കൂടെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് എല്ലായിടത്തേക്കും ആകത്തക്ക രീതിയിൽ നമുക്ക് ഇടാൻ എളുപ്പട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ ആ പാത്രത്തിന്റെ ഒരു ഫസ്റ്റ് ലെയർ ഈ ഒരു കോക്കനട്ട്, ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പുഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പാല് 1/2 ലിറ്റർ പാലാണ്. അപ്പോൾ അത് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 1/2 ലിറ്റർ പാലിൽ നിന്ന് ഇത് തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ. നിങ്ങൾക്ക് തിളച്ച പാലോ തിളപ്പിക്കാത്തത് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നമ്മളിത് തിളപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇച്ചിരി പാല്, ഏകദേശം ഒരു 1/4 കപ്പ് പാല് ഞാനൊരു ബൗളിനകത്തോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആ ബാക്കിയുള്ള പാലുണ്ടല്ലോ, 1/2 ലിറ്റർ പാലെടുത്തത്, അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ചൂടാവട്ടെ. ചൂടായതിനു ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ചൂടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ എന്നെ ഇവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി പഞ്ചസാരയൊന്നും വേണ്ട, കാരണം നമ്മൾ ഇതിനകത്ത് ക്രീമും ചേർക്കുമ്പോൾ അതിനകത്ത് പഞ്ചസാര വേറെ ചേർക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഒരു സംശയമാണെന്നുണ്ടെങ്കിൽ ആദ്യം 1/4 കപ്പ് ചേർക്കാം, പിന്നീട് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാമല്ലോ. അപ്പം അതുകൊണ്ട് ഇതാ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അപ്പം ഇതിവിടെ ഇങ്ങനെ ചെറുതായി ചൂടാവട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു മിക്സ് തയ്യാറാക്കണം. അപ്പം നമ്മൾ നേരത്തെ ഒരു 1/4 കപ്പ് പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് നമുക്ക് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് കോൺഫ്ലവറിന് പകരം മൈദ വെച്ചിട്ടാണെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കോൺഫ്ലവർ ഞാൻ 2 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇനി ഇത് ഈ ഒരു പാലും കോൺഫ്ലവർ മിക്സും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് എന്താ പറയുക, പാലും വെള്ളം പോലെ വന്നിട്ടുണ്ട് കേട്ടോ മിക്സ് ആയിട്ട്. അപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ പാൽ എന്തായെന്ന് നോക്കാം. അപ്പോൾ ഇതാ പാലൊക്കെ ചെറുതായിട്ട് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഈ കോൺഫ്ലവർ നമ്മൾ മിക്സ് ചെയ്തത് ഒഴിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുൻപ് ഞാൻ ഫ്ലെയിം ലോവിലോട്ട് മാറ്റിയിട്ടുണ്ട്. ലോവിലോട്ട് മാറ്റാതെ മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ കോൺഫ്ലവർ ഒഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടിയാവും, പിന്നെ നമ്മുടെ കൺട്രോളിൽ നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. അതിനുശേഷം ഈ കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുക, മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇത് ഒത്തിരി കട്ടിയായി തിക്കായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഞാൻ കാണിക്കാൻ തന്നെ ഒരു പരുവം. പിന്നെ ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് വാനില എസൻസ് ആണ്. അതപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസോ റോസ് വാട്ടറോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള എസൻസ് ചേർക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്നും കൂടെ ഒന്ന് കുറുകി വരുന്നത് വരെ, ഒത്തിരി കുറുക്കണ്ട, ഇച്ചിരി ഒന്ന് കട്ടിയാവും, അത് വരെ അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാ നമ്മുടെ പാലൊക്കെ ഇച്ചിരി കുറുകിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് പരിപാടി കേട്ടോ. ഒത്തിരി അങ്ങ് തിക്കായിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ആയോന്ന് അറിയാൻ വേണ്ടി ഇതുപോലെ നടുവിലൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റുമ്പോൾ അതിങ്ങനെ ഒഴുകി പോരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നടുവിൽ കൂടെ കേട്ടോ, അവിടുന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതായിട്ടില്ല എന്നർത്ഥം. പക്ഷെ ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ചൂടാറണം. കംപ്ലീറ്റ്ലി ചൂടാറിയതിന് ശേഷമാണ് ഞാനിത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് മുൻപ് ഞാൻ അടുപ്പിൽ നിന്ന് ഇത് മാറ്റി മറ്റൊരു പാത്രത്തിലോട്ട്, ഒരു ഗ്ലാസ് ബൗളിനകത്തോട്ട് എനിക്ക് ഒഴിക്കാൻ എളുപ്പത്തിന് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ഇതിലത്തെ ഈ ഒരു കോൺഫ്ലവർ മിക്സ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ.
അങ്ങനെ ദാ അപ്പോൾ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വലിയ ചൂട് പോയിട്ടുണ്ട്, എന്നാൽ ഇച്ചിരി ചൂടുണ്ട് കേട്ടോ, പക്ഷെ അത് കുഴപ്പമില്ല. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പ്ലേറ്റിനകത്തോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ്ലി മാറണം. എന്നിട്ട് നമുക്കിത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഇത് ഫ്രിഡ്ജിനകത്ത് വെക്കാം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. നമ്മൾ പുറത്ത് വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് സെറ്റ് ആവുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം. അപ്പോൾ ചൂടൊക്കെ ആറിയിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്ന ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാ അപ്പോൾ അതവിടെ ചൂടാറി വരുന്ന ഒരു സമയം കൊണ്ട് അല്ലെങ്കിൽ തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ക്രീം ഉണ്ടാക്കാം. അതിനായിട്ടൊരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് 1/2 കപ്പ് ഡബിൾ ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡബിൾ ക്രീം, ഫ്രഷ് ക്രീം, വിപ്പ് ക്രീം എന്നൊക്കെ പറഞ്ഞ് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബീറ്റർ വെച്ചിട്ടാണ് ഞാനത് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലാണെങ്കിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 മിനിറ്റോളം നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതവിടെ കറക്റ്റ് 1 മിനിറ്റ് കഴിഞ്ഞു. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. ഇനി ഒന്നും കൂടെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിനൊരു ഫ്ലേവർ കൊടുക്കണം. ഫ്ലേവർ എന്തെങ്കിലും വാനില എസൻസോ എന്തെങ്കിലുമൊക്കെ ചേർക്കാം. പക്ഷെ ഞാനിന്ന് വാനില എസൻസിന് പകരം ചേർക്കുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ. അത് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. റോസ് വാട്ടർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ മേടിക്കാം. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഈ ഒരു റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇനിയിപ്പോൾ റോസ് വാട്ടറിന് പകരം ഞാൻ പറഞ്ഞ പോലെ വാനില എസൻസ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടെ ഇതൊന്ന് ബീറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് മുൻപ് ഞാൻ ഇച്ചിരി ഒരു പിങ്ക് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് ഓർഗാനിക് ആയിട്ടുള്ള കളറാണ്. അപ്പോൾ ഓർഗാനിക് കളർ ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാം. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ ബീട്രൂട്ടിൻ്റെ നീരുണ്ടെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്നും കൂടെ ബീറ്റ് ചെയ്ത് ആ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലോട്ട് നമുക്കൊന്ന് കൊണ്ടുവരണം. അങ്ങനെ ദാ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്രീം നേരിട്ട് തന്നെ നമ്മുടെ ആ ഒരു പ്ലേറ്റിനകത്തോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളത് പൈപ്പിംഗ് ബാഗിൽ ഇത് നിറയ്ക്കുമ്പോഴാണ്. അപ്പോൾ അതാ ഞാൻ പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ക്രീം ഒന്ന് നിറച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ദാ നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ ക്രീമൊക്കെ നിറച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാ 15 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള നമ്മുടെ പ്ലേറ്റ് ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഡിസൈനൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ ക്രീം ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ലെവൽ ചെയ്യാനൊക്കെ ഇച്ചിരി കൂടി എളുപ്പമാണ്. അതേസമയം നമ്മൾ നേരിട്ട് തന്നെ ഇതിങ്ങനെ കോരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കതൊന്ന് പരത്തിയെടുക്കാൻ അല്ലെങ്കിൽ ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ നീളത്തിലും വീതിയിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനിതൊന്ന് എന്താ പറയുക പൈപ്പിംഗ് ബാഗിലൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് അതായത് പോലെ ഒരു സ്പാച്ചില വെച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതാ അങ്ങനെ ലെവലൊക്കെ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ ഡെസിക്കേറ്റഡ് കൊക്കനട്ടും കൂടെ ഇതിൻ്റെ മേലൊന്ന് വെതറി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുൻപ് ഞാൻ ചില സ്ഥലത്ത് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്യാനുണ്ട്. അപ്പോൾ ക്രീം എനിക്ക് തോന്നുന്നു 1/2 കപ്പ് എന്നുള്ളത് ഒരു 1/4 കപ്പ് ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് വരും. എനിക്കിപ്പോൾ ഇച്ചിരി കുറവ് പോലെ തോന്നി. 1/2 കപ്പിനേക്കാളും നല്ലതായിരുന്നു 1/4 കപ്പ് എടുക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 കപ്പ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ചും കൂടെ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതിൻ്റെ മേലൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പുഡിംഗ് നിങ്ങൾക്ക് 1 മണിക്കൂർ അത്രയൊക്കെ വെച്ചാൽ മതി. നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനി സമയമില്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ ഞാനൊരു കൊച്ചു സൂത്രം പറയാം ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന്. ഞാനിത് ഫ്രീസറിനകത്തോട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിനകത്ത് 10 മിനിറ്റ് നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് സെറ്റായിട്ട് വരും ചെയ്യുമായിരുന്നു. ഒത്തിരി അങ്ങ് കട്ടിയായിട്ട് വരത്തില്ലായിരുന്നു. അപ്പോൾ അതാ ഞാൻ ഫ്രീസറിനകത്ത് ഒരു 10 മിനിറ്റ് വെച്ച് സെറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇതാ അപ്പം മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്രീസറിനകത്ത് വെച്ചതുകൊണ്ടാണ് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് മുറിച്ചെടുക്കാൻ പറ്റിയത്. ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പക്ഷെ അതൊരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമുക്ക് വെക്കേണ്ടതായിട്ടുണ്ട്. ഇതാ നമ്മൾ ഫ്രീസറിനകത്ത് വെച്ചിട്ട് പോലും ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഞാനിനി ഇത് ഓരോ പാത്രത്തിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിന് ഉള്ളിൽ എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത് കാണിക്കാം. ഇതാ കണ്ടില്ലേ എത്ര സോഫ്റ്റ് ആയിട്ടാണ് വരുന്നതെന്ന് നോക്കിക്കേ. സൂപ്പർ പുഡിംഗ് ആണ്. ക്രീമും അതുപോലെ കോൺഫ്ലവറിൻ്റെ മിക്സും പിന്നെ ഇച്ചിരി തേങ്ങ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതൊക്കെ കൂടെ ചേർത്ത് സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പുഡിംഗ് തന്നെയാണത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.
അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.